Hello dear students, welcome back to Political Science Classroom Plus 1 Political Science 4th chapter Executive ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ 1, 2, 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ അഥവാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റ്, ബാക്കിയുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും ഓർഡറിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടാതെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യോളജി, ഇംഗ്ലീഷ്, അതുപോലുള്ള സൈക്കോളജിയുടെ 1-2 വീഡിയോസ്, അങ്ങനെ കുറച്ച്, അതുപോലെ എക്കണോമിക്സ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 4 എക്സിക്യൂട്ടീവ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ്, എക്സാം ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരാൻ മടിക്കല്ലേ. ഓക്കെ, ചാപ്റ്റർ 4 എക്സിക്യൂട്ടീവ്. നമുക്കറിയാം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണിത്? ദീസ് ആർ ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, അല്ലേ? ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണ്? 3 എണ്ണമാണ്. ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ആർ മൾട്ടിഫാരിയസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദീസ് ഫങ്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, ഏതൊക്കെയാണ് ഈ 3 ഫങ്ഷൻസ് നോക്കാം. 1 ടു മേക്ക് ലോ, 2 ടു എക്സിക്യൂട്ട് ദീസ് ലോസ്, ആൻഡ് 3 ടു ട്രൈ കേസസ് ഇൻവോൾവിങ് ദ വയലേഷൻ ഓഫ് ലോസ്, അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റ് ദ ലോസ്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഫങ്ഷൻസ്. അപ്പം ഈ ഫങ്ഷൻസ് എല്ലാം നടത്തുന്ന ഓർഗൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്? ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ്, ദർ ആർ 3 ഓർഗൻസ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗവൺമെൻറ് എന്ന് ചോദിച്ചാലും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഓർഗൻസ്? ഫസ്റ്റ് 1 ലെജിസ്ലേച്ചറാണ്, ദെൻ എക്സിക്യൂട്ടീവാണ്, ദെൻ ജുഡീഷ്യറിയാണ്. നമ്മുടെ പുസ്തകത്തിൽ 4ാമത്തെ ചാപ്റ്റർ എക്സിക്യൂട്ടീവാണ്. ശരിക്കും നമ്മൾ ലെജിസ്ലേച്ചർ പഠിച്ചതിന് ശേഷം മാത്രമാണ് എക്സിക്യൂട്ടീവ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാലും 4th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം ലോ മേക്ക് ചെയ്യണമല്ലോ, ലോ മേക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി എന്ന് പറയുന്ന ഈ 3 ഓർഗൻസാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ്. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് 3 നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എങ്കിലേ ഇനി വരുന്ന 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണ് ഈ 3 ഓർഗൻസ്? ഇതെന്തിനാണ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്? ഇത് 3 കൂടിച്ചേരുമ്പോഴാണ് ഗവൺമെൻറ് പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ലെജിസ്ലേച്ചർ എന്താണ്? ലെജിസ്ലേച്ചർ നമ്മൾ പറഞ്ഞു, ലെജിസ്ലേച്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണ്? ടു മേക്ക് ലോ, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. ദെൻ എക്സിക്യൂട്ടീവ് ആണെങ്കിലോ ടു എക്സിക്യൂട്ട് ലോ, അല്ലേ? എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻ ടു എക്സിക്യൂട്ട് ലോ, അതായത് ഈ ലെജിസ്ലേച്ചർ നിയമിച്ച നിയമങ്ങൾ നടപ്പിൽ വരുത്തണം. അതാണ് ആരുടെ ഡ്യൂട്ടി? എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ആരാണ് എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ജുഡീഷ്യറി, നീതിന്യായ വകുപ്പ്, അല്ലേ? ജുഡീഷ്യറിയുടെ ഫങ്ഷൻ എന്താണ്? ടു ഇൻ്റർപ്രിറ്റ് ദ ലോ, ഈ നിയമത്തെ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ആരുടെ ഡ്യൂട്ടി? ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി. അപ്പോൾ ഈ 3 ഓർഗൻസാണ് എന്തിനുള്ളത്? ഗവൺമെൻറ്റിനുള്ളത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഫങ്ഷൻസ് ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്തത് ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കർ ഹു ഡിവൈഡഡ് ദ ഗവൺമെൻറ്റൽ ഫങ്ഷൻസ്. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഇൻ ടു ഡെലിബറേറ്റീവ്, മജിസ്റ്റീരിയൽ ആൻഡ് ജുഡീഷ്യൽ. അപ്പോൾ ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ ജീൻ ബോഡീൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ജോൺ ലോക്കൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഈ 3 ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ്, ഈ ഓർഗൻസിന് 3 കൂട്ടർക്കും 3 ഫങ്ഷൻസ്, ചുമതലകളാണുള്ളത് അല്ലേ. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ്റിന് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാരം വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം 2 മാർക്കിൻ്റെ. വാട്ട് ഈസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും ചുമതലകളും ഒക്കെ 3 ഓർഗൻസിൻ്റെ ഇടയിലായിട്ട് വിഭജിച്ച് കൊടുക്കുക. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ ഇൻ ബിറ്റ്വീൻ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നത്? ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഈ രീതിയിൽ അധികാരങ്ങളും ചുമതലകളും എല്ലാം 3 ഓർഗൻസിൻ്റെ ഇടയിൽ വിഭജിച്ചു കൊടുത്തു. അതിലൊരു ഓർഗനാണ് നമ്മുടെ ഈ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഈസ് ദ ലോ അഡ്മിനിസ്ട്രേറ്റിംഗ് ബോഡി to run any organization, school, college, hospital, business, etc. There are certain decisions have to be taken and implemented. അല്ലേ, ഏതൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടെല്ലാം വരും. അപ്പോൾ ദിസ് മേ ബി ഡൺ ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. അപ്പോൾ ഇതൊക്കെ ചെയ്യുക ആരാണ്? ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ. അപ്പം യു മൈറ്റ് ഹാവ് ഒബ്സർവ് ദ ഫങ്ഷനിങ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ നടത്തിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻ സ്കൂൾ സം ഡേ ടു ഡേ ഡിസിഷൻസ് ആർ ടേക്കൺ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ പ്രിൻസിപ്പാൾ. അല്ലേ, ആരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? സ്കൂളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രിൻസിപ്പലാണ്. അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പാൾ മൈറ്റ് ബി അസിസ്റ്റഡ് ബൈ എ കൗൺസിൽ. പ്രിൻസിപ്പാൾ ഇവിടെ എന്താണ്? ഒരു കൗൺസിലാണ് അല്ലേ. അൾസോ പ്രിൻസിപ്പാൾ വിൽ ബി ഫങ്ഷനിങ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ. പ്രിൻസിപ്പാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ചില പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷനോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അയാൾക്ക് തോന്നിയതുപോലെ ചെയ്യല്ല. ചില പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? സ്കൂളിൻ്റെ ഫങ്ഷൻസ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അതുപോലെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൻ്റെ ഹെഡായിരിക്കും അല്ലേ. അതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ എക്സിക്യൂട്ടീവ് ഈസ് ദ ഇംപ്ലിമെൻറ്റിംഗ് പേഴ്സൺ ഓർ ഗ്രൂപ്പ്. കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് എന്ത് പറയുന്നത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ എക്സിക്യൂട്ടീവ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. എക്സിക്യൂട്ടീവിനെ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് പെർമനൻ്റ് എക്സിക്യൂട്ടീവും. ഇപ്പോൾ ഗവൺമെൻറ് സിസ്റ്റത്തിലും ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫോർമുലേറ്റഡ് ബൈ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ അനദർ. റൂൾസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലേ. ഇവിടെ ആരാണ്? ലെജിസ്ലേച്ചറാണ് റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റഡ് ബൈ അനദർ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്താണ്? ടു എക്സിക്യൂട്ട് ദ ലോ. അതുപോലെ തന്നെ ഇൻ ഡെമോക്രസി ദ റൂൾസ് ആൻഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫോർമുലേറ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ. നമ്മൾ പറഞ്ഞു ദ എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻറ്റ് ദം ഇൻ പ്രാക്ടീസ് അല്ലേ. ഓക്കെ, അപ്പം ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു? റൂൾസ് ഫോം ചെയ്യുന്നു ആൻഡ് എക്സിക്യൂട്ടീവ് ടു എക്സിക്യൂട്ട് ദീസ് ലോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ the head of the government and ministers are political executive. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരും ഗവൺമെൻറ്റിൻ്റെ ഹെഡും ഒക്കെ ആണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ദ ടെമ്പററി എക്സിക്യൂട്ടീവ്സ്. ഇപ്പോൾ പ്രസിഡൻ്റ് ആണ് ഹെഡ് അല്ലേ, പിന്നെ പ്രൈം മിനിസ്റ്റർ, മറ്റ് മിനിസ്റ്റേഴ്സ്, ഇവരാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഭരണനിർവഹണ വിഭാഗം, പ്രസിഡൻറ്റ്, മന്ത്രിമാരടങ്ങുന്ന ആ ഒരു സ്ട്രക്ചർ. The officials responsible for the day-to-day administration are known as permanent executive. ആരാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്? ദ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽ സ്റ്റാഫാണ് ആര്?
പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അതായത് സിവിൽ സർവൻസ് അല്ലേ, സിവിൽ സർവൻസ് എക്സാമിനേഷനിലൂടെ റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് വരുന്ന ഓഫീസേഴ്സാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവോ എലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നവരാണ് ആര്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അതായത് പ്രസിഡൻറ്റ് മന്ത്രിമാരൊക്കെ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സിക്യൂട്ടീവ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻസ്, ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജനറലി എക്സിക്യൂട്ടീവ് പെർഫോം സം ഫങ്ഷൻസ്. ദേ ആർ ദി ഫോളോവിങ്. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് ഫോർമുലേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. നയങ്ങൾ, പ്രോഗ്രാമുകളൊക്കെ രൂപീകരിക്കുന്നു. എക്സിക്യൂട്ടീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? നയങ്ങളും പ്രോഗ്രാമുകളും രൂപീകരിക്കുന്നു. ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാം. ഈ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ എന്ത് ചെയ്യുന്നു? അത് നടപ്പാക്കുന്നു. ദെൻ ഇംപ്ലിമെൻറ്റ്സ് ദ ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ സിസ്റ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് അണ്ടർ മൊണാർക്കി. മൊണാർക്കിക്ക് കീഴിലുള്ളതാണെങ്കിൽ ദീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഡെമോക്രസി അല്ലേ. മൊണാർക്കിയും ഡെമോക്രസിയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഒന്ന് രാജഭരണമാണ്, ഒന്ന് ജനാധിപത്യമാണ് അല്ലേ. രാജഭരണത്തിൽ രാജാവിന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. ജനാധിപത്യത്തിലാണെങ്കിലോ ജനങ്ങൾക്ക് അധികാരമുണ്ട്. Okay, the powers and functions of the executive are different under presidential and parliamentary system. പ്രസിഡൻറ്റ് സിസ്റ്റം ആണെങ്കിലും പാർലമെൻ്ററി സിസ്റ്റം ആണെങ്കിലും രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ മൊണാർക്കിയിലൊരു സിസ്റ്റമായിരിക്കും, ഡെമോക്രസിയിൽ വേറൊരു, ജനാധിപത്യ രാജ്യത്ത് വേറൊരു സിസ്റ്റമായിരിക്കും, അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും. ഓക്കെ, അതുപോലെ ദർ ആർ സോ മെനി ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ട് പോകാം. ജസ്റ്റ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമല്ലോ. ഈ ഫോക്കസ് ഏരിയ മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ചില പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്: സിംഗുലർ എക്സിക്യൂട്ടീവ് ഉണ്ട്, പ്ലൂറൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവ്, അതുപോലെ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, ദെൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എക്സെട്ര. ജസ്റ്റ് അതെന്താണെന്നൊന്നും വിശദീകരിക്കണില്ല. ജസ്റ്റ് ഇത്രയും ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് ആണ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. ദെൻ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്? ദെൻ ഫ്യൂച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റം ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം. കൂടുതൽ ഇമ്പോർട്ടൻസ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവിന് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. പാർലമെൻ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമുക്കറിയാം ബോത്ത് പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ദ ഗവൺമെൻറ് ഹാവ് ദെയർ ഓൺ ഫ്യൂച്ചേഴ്സ്. അവർക്ക് അവരുടേതായ സവിശേഷതകളുണ്ട്. ഇൻ സെവറൽ റെസ്പെക്ട് ദീസ് ഫോംസ് ഡിഫർ ഫ്രം ഈച്ച് അതർ. എന്തൊക്കെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെന്ന് നോക്കാം. ഓക്കെ, പാർലമെൻ്ററി സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റം. ആദ്യം നമുക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസ് പറയാം. ഫ്യൂച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ ഈസ് സോളിഡാരിറ്റി. ദെൻ അനദർ ഫ്യൂച്ചർ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ദെൻ പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി. ദെൻ സീക്രസി. അതുപോലെ ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, titular and real executive. These are the important features of parliamentary system. First one, solidarity. In parliamentary system there is a solidarity. There is a unity. അതായത് ഐക്യമുണ്ടായിരിക്കും പാർലമെൻ്ററി സിസ്റ്റത്തിൽ എന്നുള്ളതാണ്. Then collective responsibility. The system collectively responsible to the parliament. Cabinet collectively responsible. Cabinet എന്തായിരിക്കും? collectively responsible ആയിരിക്കും. എല്ലാവർക്കും കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഒരാൾ ഒറ്റക്ക് നിന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ആളിൽ നിന്നുണ്ടാകുന്ന തെറ്റ് മന്ത്രിസഭയെ മൊത്തം ബാധിക്കും. ഒരാളിൽ നിന്നുണ്ടാകുന്ന നന്മ അതും മന്ത്രിസഭയ്ക്ക് മൊത്തം ലഭിക്കും. അപ്പോൾ എന്താണ്? കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ മുങ്ങുകയാണെങ്കിൽ ഒരുമിച്ച്, അതുപോലെ തന്നെ ജയിക്കുകയാണെങ്കിൽ ഒരുമിച്ച് എന്നുള്ളതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ദെൻ
സീക്രസി. ഇൻ പാർലമെൻ്ററി സിസ്റ്റം ദ ഹാവ് എ സീക്രസി, ഒരു രഹസ്യ സ്വഭാവം, കാര്യങ്ങൾക്കൊക്കെ ഒരു സീക്രസി ഉണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ആരായിരിക്കും ലീഡർ ഇൻ പാർലമെൻ്ററി സിസ്റ്റം? പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ. ആരായിരിക്കും നേതാവ്? നയിക്കുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ടിറ്റുലർ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ റിയൽ എക്സിക്യൂട്ടീവ് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. യഥാർത്ഥ അധികാരം കൈയാളുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ടിറ്റുലർ മീൻസ് നോമിനൽ. പ്രസിഡൻറ്റിനാണെങ്കിലോ പ്രസിഡൻറ്റ് ഹാവ് എ നോമിനൽ പവർ. പ്രസിഡൻറ്റിനൊരു നാമമാത്രമായിട്ടുള്ള അധികാരം. ഹി സ്റ്റാൻഡ്സ് ലൈക്ക് എ റബ്ബർ സ്റ്റാമ്പ്. ഓക്കെ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി. പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ഇറ്റ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി? പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി യൂഷ്വലി മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബിലോങ് ടു ദ സെയിം പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ഹെൻസ് ദ ഷെയർ ദ സെയിം പൊളിറ്റിക്കൽ ഐഡിയോളജി. ദിസ് മീൻസ് ദാറ്റ് പേഴ്സൺ കനോട്ട് ബി എ മിനിസ്റ്റർ വിതൗട്ട് ബീങ് എ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബിലോങ് ടു ദി സെയിം പൊളിറ്റിക്കൽ പാർട്ടി. ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റിലെ മെമ്പേഴ്സ്. മിക്കവാറും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ദർ ഈസ് എ സോളിഡാരിറ്റി, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, പൊളിറ്റിക്കൽ ഹോമോജിനൈറ്റി, സീക്രസി ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ടിറ്റുലർ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർലമെൻ്ററി വ്യവസ്ഥിതിയിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്ററാണ്. പ്രസിഡൻറ്റിന് അവിടെ എന്ത് അധികാരം മാത്രമേ ഉള്ളൂ? നാമമാത്രമായ ടിറ്റുലർ അധികാരം, നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്യൂച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് റിയൽ എക്സിക്യൂട്ടീവ്. രാഷ്ട്രത്തിൻ്റെ തലവൻ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഇവിടെ റിയൽ എക്സിക്യൂട്ടീവ് ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. ദെൻ അനദർ ഫ്യൂച്ചർ, പ്രസിഡൻറ്റ് ഈസ് എലക്റ്റഡ് ഫോർ എ ഫിക്സഡ് ടേം. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു നിശ്ചിത കാലാവധിയിലേക്കാണ്. ആരെ തിരഞ്ഞെടുക്കുന്നത്? ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ആരെ തിരഞ്ഞെടുക്കുന്നത്? പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ മറ്റൊരു സവിശേഷത, ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ. അദ്ദേഹം എന്തല്ല? ലെജിസ്ലേച്ചറിലെ ഒരു മെമ്പർ അല്ല. ദെൻ ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. അദ്ദേഹത്തിന് എന്തില്ല? നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ല. പാർലമെൻ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ഉത്തരവാദിത്തമുണ്ട് പ്രൈം മിനിസ്റ്റർക്ക്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. സെപ്പറേഷൻ ഓഫ് പവർ എന്ന തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? പ്രസിഡൻഷ്യൽ സിസ്റ്റം. വാട്ട് ഈസ് സെപ്പറേഷൻ ഓഫ് പവർ? ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻ ബിറ്റ്വീൻ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ആരാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? ഭരണഘടന. ഏതൊക്കെയാണ് ഈ 3 ഓർഗൻസ്? ഇൻ ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. എങ്ങനെയൊക്കെയാണ്? ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്നു, എക്സിക്യൂട്ടീവ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു? അത് നടപ്പിലാക്കുന്നു, അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടെത്തുന്നു. ദെൻ അനദർ ഫീച്ചർ, മിനിസ്റ്റേഴ്സ് ആർ സബോർഡിനേറ്റ് ടു ദ പ്രസിഡൻറ്റ്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ മിനിസ്റ്റേഴ്സൊക്കെ ആരുടെ സബോർഡിനേറ്റ്സ് ആണ്? പ്രസിഡൻറ്റിൻ്റെ സബോർഡിനേറ്റ്സ് ആണ്. ഓക്കെ. പ്രസിഡൻറ്റ് പറയുന്നത് പോലെ പ്രവർത്തിക്കണം. അതേസമയം പാർലമെൻ്ററി സിസ്റ്റത്തിലോ പ്രസിഡൻറ്റിന് ഈ ഒരു സ്ഥാനം ഒന്നുമില്ല. കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ഫ്യൂച്ചർ, ഹി കനോട്ട് ഡിസോൾവ് ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭ അദ്ദേഹം പിരിച്ചുവിടില്ല. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കില്ല? പ്രസിഡൻറ്റിന് ഇല്ല. ഓക്കെ. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. നമ്മൾ 2 സിസ്റ്റത്തിൻ്റെയും എന്ത് പഠിച്ചു? ഫ്യൂച്ചേഴ്സ് പഠിച്ചു. അപ്പോൾ ഇനി അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഡിഫറൻസ് ചെയ്താം. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആൻഡ് പാർലമെൻ്ററി സിസ്റ്റം? ഓക്കെ. In parliamentary system, the head of the state is a nominal executive. He does not exercise any real power. Okay? എന്താ പറയുന്നത്? പാർലമെൻ്ററി സിസ്റ്റത്തിൽ രാഷ്ട്രത്തിൻ്റെ തലവൻ നോമിനൽ എക്സിക്യൂട്ടീവാണ്. ആരാണ് ഇവിടെ നോമിനൽ എക്സിക്യൂട്ടീവ്? രാഷ്ട്രത്തിൻ്റെ തലവൻ ആരാണ്? പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് പേരിന് മാത്രമുള്ള ഒരു പവറേ ഉള്ളൂ.
ഇറ്റ് ഡസ് നോട്ട് എക്സസൈസ് എനി റിയൽ പവർ. ഒരു യഥാർത്ഥ അധികാരവും ആർക്ക് കൈയാളാൻ സാധിക്കുന്നില്ല പാർലമെൻ്ററി സിസ്റ്റത്തിൽ? പ്രസിഡൻറ്റിന് അഥവാ സ്റ്റേറ്റിൻ്റെ ഹെഡിന് ലഭിക്കുന്നില്ല. ദെൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണെങ്കിലോ അപ്പുറത്തെ കോളത്തിൽ അപ്പോൾ നിങ്ങൾ എഴുതണം, ദ പ്രസിഡൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ റിയൽ എക്സിക്യൂട്ടീവ്. അവിടെ പ്രസിഡൻറ്റ് ആണ് ഏക അധികാരി, അദ്ദേഹമാണ് രാഷ്ട്രത്തിൻ്റെ ഹെഡ്, അദ്ദേഹമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവും. ഓക്കെ, this is the first point. The second one, the executive is responsible to the legislature. എക്സിക്യൂട്ടീവിന് ആരോട് ഉത്തരവാദിത്തമുണ്ട്? നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമുണ്ട്. ഏത് സിസ്റ്റത്തിൽ? പാർലമെൻ്ററി സിസ്റ്റത്തിൽ. വിച്ച് ഡിസൈഡ് ദ ടെന്യൂർ ഓഫ് ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ ടെന്യൂർ തീരുമാനിക്കുക. ദെൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അപ്പുറത്ത് നിങ്ങൾ എന്ത് എഴുതണം? പ്രസിഡൻറ്റ് ഈസ് എലക്റ്റഡ് ഫോർ എ ഫിക്സഡ് ടേം. പ്രസിഡൻറ്റിനെ ഒരു ഫിക്സഡ് കാലാവധിയിലേക്ക് 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഹീ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെജിസ്ലേച്ചർ ആസ് ഫാർ ആസ് ഹിസ് ടേം ഓഫ് ഓഫീസ് ഈസ് കൺസേൺഡ്. അല്ലേ, അയാൾ സ്വതന്ത്രനാണ്. അയാൾക്ക് ആ ഒരു കാലാവധിയിൽ എങ്ങനെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം? ഭരണം നടത്താം. ദെൻ തേർഡ് പോയിൻറ്റ്, Ministers are collectively responsible to the legislature. Collective responsibility is the important feature of a parliamentary system. എന്താണ്? മന്ത്രിമാർക്കെല്ലാം കൂട്ടായ ഉത്തരവാദിത്തം. ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതായത് ഒരാളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും നല്ലതുണ്ടായാലും അത് ഒന്നിച്ച് ഫേസ് ചെയ്യേണ്ടി വരും. ക്യാബിനറ്റിനെ മൊത്തത്തിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ദെൻ മിനിസ്റ്റേഴ്സ് ആർ സബോർഡിനേറ്റ് ടു ദ പ്രസിഡൻറ്റ്. ഇവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണെങ്കിൽ മന്ത്രിമാരെല്ലാം ആരുടെ സബോർഡിനേറ്റ്സ് ആണ്? പ്രസിഡൻറ്റിൻ്റെ സബോർഡിനേറ്റ്സ് ആണ്. പ്രസിഡൻറ്റ് പറയുന്നത് പോലെ അനുസരിക്കണം. ദെൻ എക്സിക്യൂട്ടീവ്, ഇവിടെ പ്രസിഡൻ്റാണ് കാര്യങ്ങൾ പറയുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഏത് സിസ്റ്റത്തിൽ? പാർലമെൻ്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും പരസ്പരം റിലേറ്റഡ് ആണ്, പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. ദെൻ എക്സിക്യൂട്ടീവ് ഈസ് സെപ്പറേറ്റഡ് ഫ്രോം ദ ലെജിസ്ലേച്ചർ. ഇൻ വിച്ച് സിസ്റ്റം? പ്രസിഡൻഷ്യൽ സിസ്റ്റം. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. അവിടെ എന്താണ്? എക്സിക്യൂട്ടീവ് ആരാണ്? പ്രസിഡൻ്റ് ആണ്. പ്രസിഡൻറ്റ് സെപ്പറേറ്റഡ് ആണ്. പ്രസിഡൻറ്റ് പറയുന്നത് പോലെ ആര് പ്രവർത്തിച്ചോളണം? ലെജിസ്ലേച്ചർ പ്രവർത്തിച്ചോണം. പ്രസിഡൻറ്റിന് ഓർഡർ ഇടാം. ഓക്കെ, ദെൻ ദ പ്രൈം മിനിസ്റ്റർ ക്യാൻ അഡ്വൈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ടു ഡിസോൾവ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്റർക്ക് അഡ്വൈസ് ചെയ്യാം. ആരെ? സ്റ്റേറ്റിൻ്റെ ഹെഡിനെ, അതായത് പ്രസിഡൻറ്റിനെ ഉപദേശിക്കാം. ലോവർ ഹൗസ് ഏതാണ്? ലോക്സഭ പിരിച്ചുവിടാൻ. ഓക്കെ, അപ്പർ ഹൗസാണ് എന്ത്? രാജ്യസഭ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ദ പ്രസിഡൻറ്റ് കനോട്ട് ഡിസോൾവ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കില്ല? പ്രസിഡൻറ്റിനില്ല. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് നോ ഫ്രീ ചോയ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് മിനിസ്റ്റേഴ്സ്. ഹി ആക്ട്സ് അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഹെഡ്, അതായത് പ്രസിഡൻറ്റിന്, അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള ചോയ്സ് അല്ലെങ്കിൽ അധികാരമില്ല. ഏത് കാര്യത്തിൽ? മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. ഹി ആക്ട് അക്കോർഡിംഗ് ടു ദി അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? പ്രസിഡൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, കാരണം പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രസിഡൻറ്റിൻ്റെ റോൾ എന്താണ്? നോമിനലാണ്. ഓക്കെ, ദെൻ അതുപോലെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അപ്പുറത്തെ കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? പ്രസിഡൻറ്റ് ഹാസ് ദ ഫ്രീ ഹാൻഡ് ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹിസ് സെക്രട്ടറീസ് ഓർ മിനിസ്റ്റേഴ്സ്. പ്രസിഡൻറ്റിന് ഫ്രീ ചോയ്സ് ഉണ്ട്. അദ്ദേഹത്തിന് എന്താണ്? അബ്സല്യൂട്ട് റൈറ്റ് ഉണ്ട്. എന്തിന്? പരിപൂർണ അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരെ അഥവാ മിനിസ്റ്റേഴ്സിനെ നിയമിക്കാൻ. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് പഠിച്ചു, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് പഠിച്ചു, ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെൻ്ററി സിസ്റ്റം പഠിച്ചു. ദെൻ വാട്ട് ഈസ് എക്സിക്യൂട്ടീവ് പഠിച്ചു. എക്സിക്യൂട്ടീവിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടെ ഉണ്ട്. പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, ഡിസ്ക്രിഷണറി പവേഴ്സ്, പ്രൈം മിനിസ്റ്റർ, ഇതെല്ലാം ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മടിക്ക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.